എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളെ കുറിച്ചിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് ലോ ഓഫ് അട്രാക്ഷനിൽ തെറ്റിച്ച് ചെയ്യരുത് എന്നുള്ളത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ആൾക്കാർ തെറ്റിച്ചാണ്. 90% ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷൻ ഏതെങ്കിലും ബുക്ക് കണ്ട് പഠിക്കുകയും അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ കാണുകയും അത് ഒരു ഗൈഡൻസും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റുകൾ വരാം. അപ്പോൾ ആ തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഈ തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ക്ലാസ്സുകളും നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. അവിടെ ക്ലാസ്സസും കാര്യങ്ങളും ഫ്രീ ക്ലാസ്സസും ഒക്കെ വരും. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സൂം ലിങ്ക് ഷെയർ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സ് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ള അവസരവും അതുവഴി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് പല ആൾക്കാർക്കും ലോ ഓഫ് അട്രാക്ഷൻ തെറ്റുന്നത്? എന്തുകൊണ്ടാണ് പല ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻ നടന്നാലായി നടന്നില്ലെങ്കിലായി എന്ന് വരുന്നത്? സത്യത്തിൽ നടക്കുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നടന്നിട്ടുമില്ല. അപ്പൊ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ ഇത് പഠിച്ചത് കൊണ്ടാണ്, ചെയ്തത് കൊണ്ടാണ് നടന്നത് എന്നുള്ളൊരു പ്ലാസിബോ എഫക്റ്റ് നമുക്കുണ്ടാവും. പലർക്കും ഇതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ വീഡിയോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് ഉണ്ടാവും. എന്തൊക്കെ തെറ്റാണ് നിങ്ങൾ വരുത്തുന്നത് ലോ ഓഫ് അട്രാക്ഷൻ? ഒന്നാമത്തെ കാര്യം, നോ ഫീലിംഗ്. ചില ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷൻ, എനിക്കൊരു എൻ്റെ കമ്പനി ഭയങ്കര പ്രോഫിറ്റബിൾ ആവണം. ഒരു എക്സാമ്പിൾ പറയാം. ഒരാളുടെ ആഗ്രഹമാണ്, അയാൾ ഇങ്ങനെ നിരന്തരം അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കമ്പനി വാട്ട് എവർ യു സീ ഇറ്റ് വിൽ മാനിഫെസ്റ്റ് എന്നാണ് ഒരു തിയറി പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഒരു ഫീലിംഗും ഇല്ല. വെറുതെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്, ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുണവും ഇല്ല ഇങ്ങനെ കണ്ടിട്ട്. ഫീലിംഗ് ഇസ് ദ കീ. You attract what you are, not what you think or not what you see. This is the key. നമ്മൾ അട്രാക്ട് ചെയ്യും നമ്മൾ എന്താണോ, നമ്മളുടെ ഭാവത്തെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നെന്നോ കാണുന്നെന്നോ എന്നുള്ളതല്ല. ആ ചിന്തയുടെയും കാണുന്നതിന്റെയും പുറകിലുള്ള ഭാവം, ദാറ്റ് ഇസ് ദ കീ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്. എല്ലാം വിഷ്വലൈസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോഴും നമ്മൾ ഇടപെടും, ആൾക്കാരെടുത്ത് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ പറയുന്നത് കമ്പനി നഷ്ടത്തിലാണ്, എനിക്ക് തോന്നുന്നില്ല, ഇത് പൂട്ടേണ്ടി വരും. രാവിലെ ഇരുന്ന് വിഷ്വലൈസ് ചെയ്തത് പ്രോഫിറ്റബിൾ ആവണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും, പക്ഷെ സംസാരിക്കുന്നത് പൂട്ടുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. ഇതെങ്ങനെ റെഡിയാവും? ഫീലിംഗ് ഇല്ല. ഫീലിംഗ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. ഫേക്ക്, ആ ഒരു ഉള്ളിൽ നിന്ന് വരണം ഫീലിംഗ്. അതാണ് അഷ്ടാവക്ര ഗീതയിലാണ് ആദ്യത്തെ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കാതല് പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു തിങ്ക് യു ആർ എ ബുദ്ധ, നീ ഒരു ബുദ്ധനാണെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ നീ ബുദ്ധനായി തീരും. ചിന്ത എന്നുള്ളത് ഇവിടെ ഫീലിംഗ് എന്നുള്ള അർത്ഥത്തിലാണ്. നീ ഒരു ബദ്ധനാണ് എന്ന് നീ ഭാവിക്കുകയാണെങ്കിൽ, ഫീൽ ചെയ്യുകയാണെങ്കിൽ നീ ഒരു ബദ്ധനായി തീരും. എന്ത് നീ ചിന്തിക്കുന്നോ ഫീൽ ചെയ്യുന്നോ അത് നീ ആയിത്തീരും. അഷ്ടാവക്ര ഗീതയിലുള്ളതാണ്. അതേപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. യത് ഭാവം തദ്ഭവതി, നിന്റെ ഭാവം എന്താണോ അതേപോലെയാണ് നിനക്ക് ഭവിക്കുന്നത്. തഥാസ്തു എന്ന് പറയും ഡിവൈൻ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഈ ഫീലിംഗ് ഇല്ലെങ്കിൽ വളരെ പാടാണ് ഇത് ചെയ്യാൻ. ഫീലിംഗ് വേണം. നമ്മൾ എന്തായിക്കോട്ടെ, സ്വിച്ച് ബോർഡ് ആയിക്കോട്ടെ, എഴുതുന്നതായിക്കോട്ടെ, മെഡിറ്റേഷൻ, എല്ലാത്തിനും ഫീലിംഗ് ഇസ് ദ കീ. അപ്പൊ അതാണ് നമ്പർ 1. രണ്ടാമത്തത് ഓവർ ഒബ്സഷൻ. ഭയങ്കര ഒബ്സഷനാണ് ചില ആൾക്കാർ. നമുക്കറിയാം ഓരോ ആൾക്കാർ ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു വിത്ത് നടുവാണ്. കിളിച്ചോ എന്ന് നമ്മളിങ്ങനെ
എല്ലാ ദിവസവും പോയി കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മരം ആവോ? ഇല്ല. ഒരു വിത്ത് നടുമ്പോൾ എന്താണ് വേണ്ടത്? അതിന് വെള്ളം ഒഴിക്കണം, അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റ് വേണം. ഈ വെള്ളം ഒഴിക്കലും പ്രോപ്പർ ആയിട്ടുള്ള സൺലൈറ്റുമാണ് നമ്മളുടെ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ്. ഇത് ചെയ്യാതെ നമ്മളൊരു മാജിക് വാൻഡുമായിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ഇത് സംഭവിക്കുന്നതല്ല. നമ്മുടെ ശക്തമായിട്ടുള്ള ആ ഒരു പ്രയത്നം, ആ ഒരു അഭ്യാസം, അതാണ് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയുന്ന നൈരന്തരീയ അഭ്യാസേന എന്ന് പറയും. അതായത് നിരന്തരമായിട്ടുള്ള അഭ്യാസം. എന്ത് നമ്മൾ ചെയ്താലും നിരന്തരമായിട്ടുള്ള അഭ്യാസം ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സൈക്കിൾ തരുവാണ് നിങ്ങൾക്ക് കുഞ്ഞിലെ, നിങ്ങൾക്ക് സൈക്കിൾ ഒരു ആദ്യത്തെ ചവിട്ടിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും? ഇല്ല. ആദ്യം കുറച്ച് വീഴും, പിന്നെ പഠിക്കും, ബാലൻസ് ആദ്യം വെക്കും സൈക്കിളിൽ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക. നമ്മൾ നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എഴയും, വീഴും, പിന്നെയും എഴുന്നേക്കും, പിടിച്ച്, അങ്ങനെയാണ് പഠിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാം. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ അഭ്യാസം ചെയ്യുക. അല്ലാതെ എല്ലാ ദിവസവും ഓവർ ഒബ്സസ്ഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ ക്രേവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മളുടെ ശ്രദ്ധ? ഇല്ലായ്മയിലേക്കാണ്. നമ്മൾ ഇന്നൊരു മെഡിറ്റേഷൻ ചെയ്യാൻ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ എവിടെയാണ് എന്താണ് നമ്മൾ കാണുന്നത്? ഭൂരിഭാഗം സമയത്തും ഇല്ലായ്മ സംഭവിച്ചിട്ടില്ല. ഇല്ലായ്മയെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇല്ലായ്മ നമ്മളുടെ നേച്ചറായി മാറും, ഭാവം ഉണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ ആ ഒരു ചെയ്ത നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ട് കളയുക. ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വന്നാൽ കുഴപ്പമില്ല, നമ്മളായിട്ട് ബോധപൂർവം ചെയ്യാതിരുന്നാൽ മതി. അല്ലാതെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അത് മാനിഫെസ്റ്റ് ആവോ, ഇതൊക്കെ ഒരു ആൾക്കാരെ പേടിപ്പെടുത്താൻ പല ഗിമ്മിക്കുകളാണ്. ഇതിങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ബോധപൂർവം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെയാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഹാർട്ട്സ് വിഷസ്. അത് നിങ്ങൾ നോക്കുക. കൂടുതൽ അറ്റൻഷൻ ഈ നെഗറ്റീവ് ആസ്പെക്ട്സിലേക്ക് കൊടുക്കാതിരിക്കുക, കൂടുതലും ക്രേവ് ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞത് വിട്ടുകളയുക. ഒന്നുകിൽ വിട്ടുകളയുക, അല്ലെങ്കിൽ അത് ഉണ്ടെന്നുള്ള ഭാവത്തിൽ പൂർണ്ണമായിരിക്കുക. അത് കുറച്ച് പാടാണ്. തുടക്കത്തിൽ വിട്ടുകളയുക, അതിനുശേഷം പതുക്കെ അതങ്ങ് വന്നോളും. അതുകൊണ്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എപ്പോഴും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം വലിയ കാര്യം ചെയ്യാതെ ചെറിയ അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇത് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ പോയിന്റ് ട്രസ്റ്റ് ആണ്. ചില ആൾക്കാർ വല്ലവരും ഒക്കെ പറയുന്നത് കേട്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് ട്രസ്റ്റ് ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ ഇത് വർക്ക് ചെയ്യുമോ. എൻ്റെ അടുത്ത് ചില ആൾക്കാർ, ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് വർക്ക് ചെയ്യുമോ? ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അവരുടെ ലോ കോൺഫിഡൻസ്. അതാണ് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അല്ലാതെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. പക്ഷെ എല്ലാം അറിഞ്ഞ് എല്ലാം ഇത് ചെയ്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ലോ സെൽഫ് എസ്റ്റീമാണ്. അത് അവരുടെ കുറ്റമല്ല. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇതാണ്. ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഡൗട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. വർക്ക് ചെയ്യുമോ എന്നുള്ള ചിന്ത വരുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാം. നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ അതിൽ റിസൾട്ട് ഉണ്ടാവും. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയാന്, ഭയങ്കരമായിട്ട് സ്പിരിച്വൽ വൽക്കരിച്ച്, ഓവറായിട്ട് സ്പിരിച്വൽ വൽക്കരിച്ച് അതിനെ ഭയങ്കര ഭീകരമായിട്ട് സാധനമായിട്ട് അവതരിപ്പിക്കും. പിന്നെ എങ്ങനെ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ BMW കാർ ആകാശത്ത് നിന്ന് പൊട്ടി വീഴും, അല്ലെങ്കിൽ പണം ആകാശത്ത് നിന്ന് പൊട്ടി വീഴും, അല്ലെങ്കിൽ ജോബ് ആകാശത്ത് നിന്ന്, ലവർ ആകാശത്ത് നിന്ന് പൊട്ടി വീഴും എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചെയ്യാറുണ്ട്. ഇത് വളരെ തെറ്റാണ്. റാഡിക്കൽ ആക്ഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ. നിങ്ങളൊരു കാര്യത്തിന് എഫേർട്ട് എടുത്തില്ലെങ്കിൽ, റാഡിക്കൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്. പ്രയത്നിച്ചില്ലെങ്കിൽ, അതല്ലേ നമ്മൾ പറയാറില്ലേ, നാം പാതി ദൈവം പാതി. അപ്പൊ നമ്മൾ മനസ്സിൽ ഇട്ടിരിക്കുന്ന ആ വിഷ്വലൈസേഷനെ നമ്മൾ പ്രയത്നിച്ചില്ലെങ്കിൽ എന്താണ്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അത് നടക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങും. ഈ സാഹചര്യങ്ങളൊന്നും എടുക്കാതെ വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര വലിയ ടെക്നിക്ക് ആരുടെ നിന്നാണ് പഠിച്ചതെങ്കിലും ഇതൊന്നും വർക്കാവാൻ പോകുന്നില്ല. അപ്പോൾ ആക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പണ്ടൊരു കഥയുണ്ട്, ലോട്ടറി എടുക്കണമെന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. ലോട്ടറി അടിക്കണം, ലോ ഓഫ് അട്രാക്ഷൻ ലോട്ടറി അടിക്കാനുള്ളതല്ല, എക്സാമ്പിൾ പറയാം. പ്രാർത്ഥിച്ചു. അപ്പോ ശിവന്റെയും പാർവതിയും എന്തോ കഥയാണ്, ഒരു ഫണ്ണി സ്റ്റോറി.
പാർവതി ചോദിക്കുകയാണ്, ഇങ്ങനെ കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുന്നില്ലേ, ഒന്ന് നടത്തി കൊടുത്തൂടെ എന്ന് പറയുമ്പോൾ ശിവൻ പറയാണ്, എനിക്ക് നടത്തി കൊടുത്താൽ ഞാൻ തയ്യാറാണ്, പക്ഷെ ആദ്യം പോയാൽ ലോട്ടറി എടുത്താലല്ലേ ലോട്ടറി അടിക്കത്തുള്ളൂ. അപ്പൊ അതേപോലെയാണ്, ആക്ഷൻ ഇല്ലാതെ നമുക്ക് വീട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്തിൽ വീടുണ്ടായെന്ന് വരത്തില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ. പല ആൾക്കാർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല. സ്വന്തം മാതാപിതാക്കളോടില്ല, എല്ലാവർക്കും അല്ല, ഇല്ലാത്തവരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാതാപിതാക്കളോടില്ല, ടീച്ചേഴ്സിനോടില്ല, ആരോടും ഇല്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഓപ്പൺ ആവില്ല. ഹാർട്ട് ഓപ്പൺ ആവാതെ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? ഹാർട്ട് ഓപ്പൺ ആവാത്ത ഒരാൾക്കും ഫീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ കീ. നമ്മളുടെ ഓരോ എന്താ പറയാ, വന്നിട്ടുള്ള വഴികൾ, നമ്മളെ സഹായിച്ചിട്ടുള്ള വ്യക്തികൾ, നമ്മൾ എവിടെ ആയിരുന്നു ഒരു നിമിഷം, ഇതൊക്കെ മറക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇതൊന്നും സക്സസ്ഫുൾ ആവില്ല. ആഫ്റ്റർ ഓൾ ഇതൊക്കെ ഒരു വലിയ സ്പിരിച്വൽ ട്രീയുടെ ഒരു ബ്രാഞ്ചാണ്. ചെറിയ ബ്രാഞ്ചാണ് ലോ ഓഫ് അട്രാക്ഷൻ. വളരെ ചെറിയൊരു ബ്രാഞ്ചാണ്. അതിന്റെ അപ്പുറമാണ് ലോ ഓഫ് സറണ്ടർ. ഞാനിപ്പോ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സഹായിച്ചവരോട്, നമ്മളെ ഇത് ചെയ്തവരോടെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ക്ലാരിറ്റി ഇല്ലായ്മ. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ ക്ലാരിറ്റി ഇല്ല. പിന്നെ എങ്ങനെ അത് മാനിഫെസ്റ്റ് ആവും? നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി വേണ്ടേ? ചില ആൾക്കാർ ബികോം പഠിക്കണമെന്ന് പറഞ്ഞു ബികോം പഠിച്ചു. ബികോം പഠിച്ചപ്പോൾ ആരോ പറഞ്ഞു ബികോമിനെ കാട്ടും നല്ലത് BA ആണ്, BA പഠിച്ചു. BA പഠിച്ചുകൊണ്ടിരുന്നപ്പോ വേറെ ആള് പറഞ്ഞു ITIക്ക് പോകുന്നത് നല്ലത്, ITI പഠിച്ചു. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ആർക്കെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും? ഇല്ല. ഫോക്കസ് ഇല്ല. അതേസമയം ഒരു കാര്യം പഠിച്ച് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സക്സസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേറെ എന്തും പഠിക്കും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി വേണം. ഒരു പർപ്പസിൽ എനിക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വീട് വേണം. എനിക്ക് എങ്ങനെയുള്ള വീടാണ് വേണ്ടത്? എനിക്ക് എപ്പോഴാണ് വേണ്ടത്? മനസ്സിലായത്? പിന്നെ അടുത്തത് ടു മച്ച് ഫോക്കസ് ഓൺ ടൈം. എനിക്ക് മെയ് 15 തന്നെ വേണം, ജൂൺ 14 തന്നെ വേണം. ഇതൊക്കെ ക്രേവിംഗ് ആണ്. സറണ്ടർ ഇല്ല. നമ്മൾ ഡിവൈൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യണം. ഡിവൈൻ്റെ അടുത്ത് നമ്മൾ സറണ്ടർ ആണ് ചെയ്യേണ്ടത്. സറണ്ടർ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. വിജയം സറണ്ടർ ഇല്ലാതെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് ഒരുപാട് പേര് തെറ്റുവരുത്തുന്ന കാര്യങ്ങൾ, മെയിനായിട്ട് തെറ്റുവരുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മാറ്റാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം, ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാൻ വയ്യെങ്കിൽ വെറുതെ ബ്രെത്തിനെ വാച്ച് ചെയ്തിരിക്കുക. ഇത്രയും ചെയ്യുക, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയൊന്നും, ഈ തെറ്റുകളൊക്കെ നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്താൻ ശ്രമിക്കാം. ഇത് തിരുത്തുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിൽ ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരോട് അനുകമ്പയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞതിനേക്കാളെല്ലാം പറ്റുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, നിങ്ങളെ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക. അത് ചിലപ്പോൾ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നതായിരിക്കും ഒരു സഹായം. അല്ലാതെ നമ്മൾ ഭീകര പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതിനെ അല്ല. ഒരു വഴിയരികിലുള്ള ഒരാൾക്ക് ഒരു ഭക്ഷണപ്പൊതി വാങ്ങിച്ചു കൊടുക്കലായിരിക്കും. അല്ലെങ്കിൽ വളരെ എന്താ പറയാ, വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ മകനെയോ മകളെയോ ഒന്ന് ടാപ്പ് ചെയ്ത് പോട്ടട, സാരയില്ല, വീണ്ടും അടുത്ത തവണ ട്രൈ ചെയ്യാം, ഇങ്ങനെ പറയുന്നതായിരിക്കും സഹായം. സഹായം എന്നുള്ളത് നമ്മുടെ ചിന്ത പോലെ ഏതെങ്കിലും എവിടെയെങ്കിലും കുറെ പണം കൊണ്ട് കൊടുക്കുന്നതല്ല സഹായം. നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നിമിഷത്തെ ഒരു ചിരിയെങ്കിലും, ഒരു സന്തോഷമെങ്കിലും ഉണ്ടാക്കുന്ന, ചിരി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുള്ള ചിരി, അതാണ് സഹായം. അത് ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആവും. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.